നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 8 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ആകെ 18 റൗണ്ട് മത്സരങ്ങളാണുള്ളത്. 8ാം റൗണ്ടിൽ പൊട്ടിയെങ്കിലും അർജൻറ്റീന തന്നെയാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 8ാം റൗണ്ട് മത്സരങ്ങളുടെ റിസൾട്ട് നമ്മളൊന്ന് നോക്കിയിട്ട് എന്താണ് ഇപ്പോഴത്തെ കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ പട്ടിക, അതിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുകയാണ്. ഇപ്പോൾ നോക്കുക, മാച്ചിലെ 8ൽ കൊളംബിയ അർജൻറ്റീന മത്സരമാണ് ആദ്യം നടന്നത്. മത്സരം 2-1 കൊളംബിയ വിജയിച്ചു. അർജൻറ്റീനയുടെ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ 2ാമത്തെ തോൽവിയാണത്. പിന്നെ ഇക്കഡോറും പെറുവും തമ്മിൽ നടന്ന മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇക്കഡോർ വിജയിച്ചപ്പോൾ ചിലി വേഴ്സസ് ബൊളീവിയ മത്സരം 2-1 ബൊളീവിയ വിജയിക്കുകയുണ്ടായത്. ഈ മത്സരത്തിൽ കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു ഗോളൊക്കെ എഡ്വാർഡോ വാർഗസ് നേടിയിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ചിലിക്ക് വിജയിക്കാൻ പറ്റിയില്ല. മത്സരത്തിൽ കാർമലോ അലഗ്രാനസ് 13ാമത്തെ മിനിറ്റിൽ ബൊളീവിയയെ മുന്നിലെത്തിച്ചിരുന്നു. 39ാമത്തെ മിനിറ്റിലാണ് എഡ്വാർഡോ വാർഗസിൻ്റെ കോൺട്രവേഴ്സ്യൽ ഗോൾ ഇറക്കുന്നത്. അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ ഒരു ബോള് ബൊളീവിയയുടെ ഗോൾ കീപ്പറിലേക്ക് വരുന്ന പന്താണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് മോശമായിരുന്നു. അത് കണ്ട് ഓടിയെത്തിയത് അടിക്കാൻ വേണ്ടിയിട്ട് എഡ്വാർഡോ വാർഗസ് ശ്രമിക്കുന്നു. ബോൾ കിക്ക് ചെയ്യാനുള്ള ശ്രമത്തിൽ യഥാർത്ഥത്തിൽ സ്ലിപ്പായി വീഴുകയാണ് ബൊളീവിയയുടെ ഗോൾ കീപ്പർ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം പരിക്കുണ്ടെന്ന തരത്തിൽ കൈ ഉയർത്തി കാണിക്കുന്നു. അപ്പോൾ പരിക്കേറ്റ് ഗോൾ കീപ്പർ പെനാൽറ്റി ബോക്സിന് പുറത്ത് കിടക്കുമ്പോൾ പന്തെടുത്ത് ആളില്ലാത്ത വലയിലേക്ക് എത്തിച്ച് എഡ്വാർഡോ വാർഗസ് ഗോൾ അടിച്ചത് ഫെയർ പ്ലേയിൽ പെടുന്നതല്ല എന്ന രൂപത്തിൽ എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തി ബൊളീവിയയുടെ താരങ്ങൾ. അങ്ങനെ കുറേ നേരം ഉന്തും തള്ളും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ അങ്ങനെ പോയി. ഏതായാലും എഡ്വാർഡോ വാർഗസിനെ പിന്നെ കോച്ച് പിൻവലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. കളി പുരോഗമിച്ചപ്പോൾ ബൊളീവിയ ഏതായാലും മിഗ്വൽ ടെർക്കോഡസിലൂടെ ഗോൾ അടിച്ചുകൊണ്ട് കളി പിടിക്കുകയും ചെയ്തു. എന്തായാലും ആ ഗോള് അത്ര ഡിസിസീവായി വന്നില്ല എന്നുള്ളത് കൊണ്ട് വലിയൊരു വിവാദം അവിടെ അങ്ങ് അവസാനിക്കുകയായിരുന്നു. മറ്റൊരു മത്സരത്തിൽ വെനിസ്വലയും ഉറുഗ്വേയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗോൾ രഹിതമായിട്ടാണ് മത്സരം അവസാനിച്ചത്. അതേസമയം ബ്രസീലിനെ പരാഗ്വേ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് 8ാം റൗണ്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ 8 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ 1ാം സ്ഥാനത്ത് അർജൻറ്റീനയാണ്. 8 കളികളിൽ നിന്ന് 6 വിജയം 2 തോൽവികൾ 18 പോയിൻറ്റുമായിട്ട് അർജൻറ്റീന 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. സോ ഈ പരാജയത്തിനിടയിലും അർജൻറ്റീന തന്നെയാണ് 1ാം സ്ഥാനത്ത്, അത് ശ്രദ്ധിക്കുക. അതേസമയം കൊളംബിയ 8 കളികളിൽ നിന്ന് 16 പോയിൻറ്റിലേക്ക് എത്തി, അവർ 2ാം സ്ഥാനത്തുണ്ട്. ഉറുഗ്വായ് 8 കളികളിൽ നിന്ന് 15 പോയിൻറ്റുമായിട്ട് 3ാം സ്ഥാനത്തുണ്ട്. ഇക്കഡോർ 8 കളികളിൽ നിന്ന് 11 പോയിൻറ്റുമായിട്ട് 4ാമതേക്ക് ഉയർന്നിരിക്കുന്നു. ബ്രസീൽ 4ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. 8 കളികൾ 10 പോയിൻറ്റ്. 6ാമതുള്ള വെനിസ്വലയ്ക്കും 8 കളികളിൽ നിന്ന് 10 പോയിൻ്റാണ്. 7ാമത് പരാഗ്വയ് 8 കളികൾ 9 പോയിൻറ്റ്. അവരുടെ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ 2ാമത്തെ മാത്രം വിജയമാണ് ബ്രസീലിനെതിരെ അവർ നേടിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അവർക്കിതൊരു വലിയ ബൂസ്റ്റാണ്. ബൊളീവിയയുടെ കാര്യത്തിൽ 8 കളികൾ 9 പോയിൻറ്റ്, അവർ 8ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചിലിക്ക് 5 പോയിൻറ്റും പെറുവിന് 3 പോയിൻറ്റുമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 6 ടീമുകൾ നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടും. ഇതുവരെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 4 ടീമുകൾക്കായിരുന്നു നേരിട്ട് യോഗ്യതയെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ കൂടുതൽ ടീമുകൾ കളിക്കുന്നത് കൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കയ്ക്ക് കൂടുതൽ സ്ലോട്ടുകളുണ്ട്. അപ്പം 6 ടീമുകൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നിലവിൽ അർജൻറ്റീന, കൊളംബിയ, ഉറുഗ്വായ്, ഇക്കഡോർ, ബ്രസീൽ, വെനിസ്വല എന്നിവരാണ് യഥാക്രമം ഈ പോയിൻ്റ് പട്ടികയിൽ 1, 2, 3, 4, 5, 6 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. അതേസമയം 7ാമതുള്ള ടീമിന് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവും. അപ്പോൾ പരാഗ്വേക്ക് നിലവിലെ അവസ്ഥയിൽ അവരാണ് 7ാമത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്കാണ് ആ ഒരു സാധ്യത. പക്ഷേ ഇനിയും 10 മത്സരങ്ങൾ ക്വാളിഫയറിൽ നടക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. നിലവിലെ ഒരു സാഹചര്യത്തിൽ അർജൻറ്റീനയ്ക്ക് ഒരു വിജയം കൂടി മതിയാകും ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാൻ എന്നുള്ളതാണ്. അർജൻറ്റീന തന്നെയാണ് സൗത്ത് അമേരിക്കയിൽ ലീഡിംഗ് ആയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് നോക്കി ഏറ്റവും അധികം ഗോളുകളുമായിട്ട് ഉറുഗ്വേയുടെ ഡാർവിൻ ന്യൂനസ് ആണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതേസമയം 2ാം സ്ഥാനത്ത് നിരവധി പേരുണ്ട്. ലിയോ മെസ്സിയും ലൂയിസ് ഡയസും നിക്ലാസ് ഡിലാക്രൂസും റോഡ്രിഗോയും അടക്കമുള്ളവർ 3 ഗോളുകളുമായിട്ട് നിൽക്കുകയാണ്. അതേസമയം അസിസ്റ്റിൻ്റെ കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോഴും അസിസ്റ്റിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നെയ്മർ ജൂനിയർ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പരിക്കേറ്റ് 10-11 മാസക്കാലമായിട്ട് കളിക്കളത്തിന് പുറത്താണ്. പക്ഷേ ഇപ്പോഴും അസിസ്റ്റിൻ്റെ കാര്യത്തിൽ നെയ്മർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഹാമിസ് റോഡ്രിഗസും മോയിസസ് കൈസൈഡോയും നിക്ലാസ് ഡിലാക്രൂസും റോബർട്ടോ ഫെർണാണ്ടസും ഒക്കെയുണ്ട്. ഏതായാലും നെയ്മറുടെ മടങ്ങി വരവിനായിട്ട് ബ്രസീലിൻ്റെ കാത്തിരിപ്പ് ഇനിയും നീളുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ. ഒക്ടോബർ മാസത്തിലെ മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായേക്കും. നവംബറിൽ ഒരു പക്ഷേ അദ്ദേഹം മടങ്ങിയെത്തിയേക്കും. എന്തായാലും അർജൻറ്റീന കുതിക്കുമ്പോൾ ബ്രസീൽ കിതക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.